നമുക്ക് ഈ ഒരു കലശത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് നമ്മുടെ ഭാഗ്യമായിട്ട് കണക്കാക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും എപ്പോഴും ഇവിടെ സാന്നിധ്യം കൊണ്ടെങ്കിലും അമ്മയുടെ കലശത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. കാരണം അടുത്തൊരു കലശ സമയത്ത് നമുക്ക് നാളെക്കുറിച്ച് തന്നെ ഉറപ്പില്ലല്ലോ. നാളെ ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഉറപ്പുള്ള എത്ര പേരുണ്ട്? എന്നിട്ടാണ് ഞാൻ 12 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കലശത്തിന് കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ സാധിക്കുന്ന ഈ ഒരു വീണ് കിട്ടിയിട്ടുള്ള അവസരത്തെ പരമാവധി ഉപയോഗിക്കുക. എന്നും വന്ന് അമ്മയെ നമസ്കരിക്കുക, സാധിക്കുന്ന നാമം ചൊല്ലിയാൽ മതി. ആ അമ്മയാണ്. ഞാനൊരു കാര്യം പറയാം, ഞാനിത് എല്ലായിടത്തും പറയാറുള്ളതാണ്. എനിക്ക് പല ശത്രുക്കളെ ഉണ്ടാക്കി തന്ന എൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ്. പക്ഷെ ഞാനിപ്പോഴും പറയുന്നു, ഏതൊരു മഹാക്ഷേത്രത്തെക്കാൾ കൂടുതൽ അവനവൻ്റെ ദേശക്ഷേത്രത്തെ സ്നേഹിക്കുക. ഇവിടെ ഉപാധികളില്ല, ഇവിടെ നിയന്ത്രണങ്ങളില്ല. ഇവിടെ നിങ്ങളുടെ അമ്മയും നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ശാശ്വതമായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ആരും പിടിച്ചു മാറ്റാനും വരില്ല. ഇവിടെ ആരും നിങ്ങളെ അമ്മയെ കണ്ടത് മതി എന്നും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നേരം നിന്ന് സംസാരിക്കാം. അതും ഔപചാരികതകളില്ലാതെ സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇവിടെയാണ്. ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന്. എൻ്റെ അമ്മയുടെ വീട് ഒറ്റപ്പാലത്താണ്, ചെർപ്പശ്ശേരിയൊക്കെ അടുത്ത്. അപ്പം ഈ വേനൽക്കാലം അവധിക്ക് അമ്മയുടെ വീട്ടിൽ പോകും. അപ്പോഴൊക്കെയാണ് പണ്ട് പോക്കുള്ളൂ. TK ബ്രദേഴ്സ് കൊണ്ടൊരു ബസ് ഉണ്ടായിരുന്നു മണ്ണാർക്കാട്. അതിലാണ് പോവുക ഞങ്ങൾ. അപ്പം അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് മണ്ണാർക്കാട് ഒരു പുഷ്പ ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. അപ്പം ആ ബേക്കറിയിൽ പോയിട്ട് നമ്മൾ ബേക്കറി പർച്ചേസ് ചെയ്യും. കാരണം വിരുന്ന് പോകുമ്പോൾ കയ്യും വീശി പോകാൻ പാടില്ലല്ലോ, എന്തെങ്കിലും കൊണ്ടേ കൊടുക്കണം. എന്താ നമ്മൾ വാങ്ങുക? അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണോ കഴിക്കാൻ താല്പര്യം അത് നമ്മൾ വാങ്ങുന്നു. അപ്പം എനിക്കിഷ്ടം വെജിറ്റബിൾ പപ്സ് ആണെങ്കിൽ ഞാൻ പറയാം അച്ഛൻ്റെ ഇത് നാളെടുക്കൂ. കാരണം ഇത് അവിടെ പോയിട്ട് കഴിക്കേണ്ടതാരാ? നമ്മളാണ്. അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അമ്മയുടെ ആങ്ങളുടെ അമ്മായി ചാൽ ഭാര്യ പണ്ടെങ്ങോ വറുത്തൊരു ചക്ക വറുത്തത്, ഇത് കഴിച്ചോളൂ. നമ്മളെപ്പോൾ വെജിറ്റബിൾ പപ്സ് കിട്ടുന്ന കരുതിയിട്ടാണ് ഇങ്ങനെ ഇരിക്കണത്. ഇന്ന് കിട്ടും, നാളെ കിട്ടും. അമ്മയാണെങ്കിൽ അത് അപ്പളെ കൊണ്ടേ പൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം പോയിട്ടല്ലാതെ ചക്ക വറുത്തത് കഴിച്ചോളൂ. അതാണെങ്കിൽ വല്ല ഈ ബൂമർ ചുയിങ്കം പോലെ ആയിട്ടുണ്ടാവും. അത് പണ്ട് ഏതോ പ്രാചീന കാലത്ത് വറുത്തതാ. അപ്പം തൊട്ട് നമ്മൾ ഈ നോക്കത്താ ദൂരത്ത് കണ്ണു നെട്ടെന്ന് പറഞ്ഞ പോലെ ഇത് ഇന്ന് വരും. ക്ഷമ നശിക്കുമ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് പോകും. അടുക്കളയിൽ പോയി നമ്മളവിടെ നോക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും നേരം ഏറ്റിക്കൊണ്ടുവന്ന സാധനങ്ങൾ അമ്മായി ചില്ലു പറഞ്ഞിട്ട് അടച്ചു വെച്ചിരിക്കുന്നു മുള്ളു. അപ്പം അമ്മ അവിടെ നിന്നിട്ട് അമ്മായിയോട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നമ്മൾ അമ്മയെ പോയിട്ട് സാധനം അപ്പം തന്നെ അമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് നുള്ളിയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട്, മറ്റൊരാളുടെ വീടാണ്, നാണം കെടുത്തരുത്. നീ കാണാത്തതാണോ ഇതൊക്കെ എന്നാണ് ചോദിക്കുക അമ്മ. ഇവിടെയും മനുഷ്യന് സമാധാനം തരില്ല. ഇവിടെ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി. കാരണം ഭക്ഷണം കാണാത്ത കുട്ടി എന്നുള്ള ഇമേജ് വരും എന്നുള്ളതാണ്. അവിടെ നിന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് വീണ്ടും പോയിരിക്കും. ഇത് കിട്ടിയാൽ കിട്ടട്ടെ, അല്ലെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ ചോദിക്കാൻ കഴിക്കാം. പക്ഷെ ഇതേ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മറത്തെ എൻ്റെ ചാരുകസയിൽ ഇരുന്ന് എൻ്റെ അമ്മയോട് അമ്മയെ പപ്സ് എന്ന് വെച്ചാൽ അമ്മ പറന്നു കൊണ്ടുവന്നിരും പപ്സ് കഴിച്ചോളൂ. അതെവിടെ മാത്രമേ നടക്കുള്ളൂ? സ്വന്തം വീട്ടിൽ നടക്കുള്ളൂ. ഒരു തരത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ഔട്ട്ലൈനും ഇല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾ സർവ്വമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണ നമോസ്തുതേ, അമ്മയെ ജോലി തരണേ. അതിൻ്റെ ആവശ്യമില്ല. അമ്മയെ ജോലി തരണേ, മോർ ദാൻ ഇനഫ്. കാരണം നിങ്ങളുടെ അമ്മയാണ്. ഇവിടെ അമ്മയും മക്കളും തമ്മിലുള്ള കരാറുകളില്ല. അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ അമ്മയെ നന്നായി നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കലശം ഗംഭീരമായിട്ട് നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ക്ഷേത്രം ഇനിയും മുകളിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അമ്മയ്ക്ക് ആകെ ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ, എന്ത്? മക്കളെ നോക്കുക. അത് അമ്മ ചെയ്യും. നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ കൂടി നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കലശ സമയത്ത് നമ്മളുടെ ഭാഗത്തുനിന്ന് അമ്മയ്ക്കൊരു സമർപ്പണം ഉണ്ടാവണമെന്ന്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പോലും ചിലപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യ ലോപത്തിന് നമ്മൾ കാരണമായിട്ടുണ്ടായേക്കാം. അറിഞ്ഞോ അറിയാതെയോ. ഞാൻ എല്ലാ കാലത്തും കുളിക്കാണ്ട് അങ്ങോട്ട് വന്നിട്ടില്ല, ആവട്ടെ. ഇവിടെ നോട്ടീസിൻ്റെ കയ്യിൽ എന്തായാലും നടത്തുന്ന ശാന്തി ഹോമങ്ങൾ പതിവുണ്ട് കലശ സമയത്ത്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 2 ശാന്തി എടുക്കാം. ഒന്ന് ശ്വാനശാന്തി എന്ന് പറഞ്ഞൊരു ഹോമം നടക്കും. 2 ചോരശാന്തി എന്ന് പറഞ്ഞൊരു ഹോമം നടക്കും. കണ്ടിട്ടുണ്ടാവും, കലശത്തിൻ്റെ നോട്ടീസിലൊക്കെ ഉണ്ടാവും. ബിംബശുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ശാന്തി ഹോമങ്ങൾ നടക്കുന്ന സമയത്ത് പറയും. ഈ 2 എണ്ണം ഞാൻ ഇതിൻ്റെ മറ്റൊരു വശം പറയാം നിങ്ങളോട്. ഒന്ന് ശ്വാനശാന്തി, അല്ലെങ്കിൽ അതിൻ്റെ നാടൻ പ്രയോഗം നായശാന്തി എന്നാണ്. ഹോമാണ് ചോദിച്ചാൽ തന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത്.
നായ കയറിയിട്ടുള്ള, നായ ഉൾപ്പെടെയുള്ള നാൽക്കാലികളുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ അമ്പലത്തിൽ കയറി ഉണ്ടാവണ അശുദ്ധിയെ മാറ്റാനാണ് ആ ഹോമം നടത്തുന്നത്. ചോരശാന്തി നടത്തുന്നത് എന്തിനാ? കള്ളൻ തസ്കരന്മാർ കൊണ്ട് ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള അശുദ്ധിയെ മാറ്റാനാണ് അത് നടത്തുന്നത്. ഇതിൻ്റെ മറ്റൊരു വശം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. ക്ഷേത്രം ഒരു നിയമാനുസൃതം വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. നമ്മുടെ വീടല്ല ക്ഷേത്രം, ഇത് അമ്മയുടെ വീടാണ്. അമ്മയുടെ വീട്ടിലെ നിയമങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ആരാ? അമ്മയാണ്. അപ്പം അവിടെ വരുന്ന ഓരോരുത്തരും ആ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരുമാണ്.